ഹായ് ഓൾ. ഇപ്പോൾ ഇലക്ട്രോണിക്സ് ഉദ്യോഗാർത്ഥികൾക്കായിട്ട് കേരള പി എസ് സിയിൽ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. ട്രേഡ്സ്മാൻ ഇൻസ്ട്രുമെൻറ്റ് ടെക്നോളജി എന്നാണ് പോസ്റ്റിൻ്റെ പേര് വരുന്നത്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കായിരുന്നു. കാറ്റഗറി നമ്പർ 886/2025 അപ്പം ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ നമ്പർ ഓഫ് വേക്കൻസീസ് വന്നിരിക്കുന്നത് 7 സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 26,500 തൊട്ട് 60,700 രൂപ വരെയാണ്. ഏജ് ലിമിറ്റ് 18 തൊട്ട് 36 വയസ്സ് വരെയുമാണ്. ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പാസ് ഇൻ ടെക്നിക്കൽ ഹൈസ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ അപ്രോപ്രിയേറ്റ് ട്രേഡ് ഓർ പാസ് ഇൻ സെക്കൻഡറി സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ ഓർ ഇക്വലന്റ്. അതുപോലെ തന്നെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ അപ്രോപ്രിയേറ്റ് ട്രേഡ് ഓർ പാസ് ഇൻ കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ഇൻ എഞ്ചിനീയറിംഗ് എക്സാമിനേഷൻ ഇൻ ദ അപ്രോപ്രിയേറ്റ് ട്രേഡ് or pass in vocational higher secondary certificate course in the appropriate trade. ഇതായിരുന്നു ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വന്നത്. ഇതിൻ്റെ ഇക്വലൻ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ക്വാളിഫിക്കേഷനും ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. അപ്പം ഇതിൻ്റെ സിലബസിനെ കുറിച്ചാണ് ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾക്കുള്ള ഡൗട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സിലബസ് എന്തായിരിക്കുമെന്ന് ഒരുപാട് സ്റ്റുഡൻസ് നമ്മളോട് ചോദിച്ചിരുന്നു. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നമുക്കിതിൻ്റെ പ്രീവിയസ് ഇയർ സിലബസോ കാര്യങ്ങളോ ഒന്നും തന്നെ ലഭ്യമല്ല. പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന്, ഈ ഒരു ക്വാളിഫിക്കേഷനിൽ വിളിക്കുന്ന മറ്റ് ഇലക്ട്രോണിക്സ് എക്സാമുകളുടെ സിലബസ് അനലൈസ് ചെയ്ത് ഇപ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറച്ച് ടോപ്പിക്കുകൾ ഉണ്ടാവും. അപ്പോൾ ആ ടോപ്പിക്കുകളൊക്കെ തന്നെയും ഇവിടെയും സെയിം ആയിട്ട് തന്നെ വരും. അപ്പോൾ നമുക്ക് അങ്ങനെ ആ ഒരു രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകാമെന്നുള്ളതേ ഉള്ളൂ. അപ്പം പി എസ് സിയുടെ ഭാഗത്തു നിന്ന് ഒഫീഷ്യൽ സിലബസ് ഒന്നും വരാത്തിടത്തോളം കാലം തന്നെ ഇപ്പം സിലബസ് മാറിയാലും വലിയ ചേഞ്ചസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. കാരണം ഈ ഒരു ക്വാളിഫിക്കേഷനിൽ വരുന്ന എക്സാംസ് ആകുമ്പോൾ ഏകദേശം സെയിം സിലബസിൽ പാറ്റേൺ തന്നെ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. എന്നാൽ ഏറെക്കുറെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ മാറ്റങ്ങളൊന്നും ഉണ്ടാവാത്ത ചില പോർഷൻസും കാണും. നിലവിലിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന സിലബസ് പ്രകാരം നമുക്ക് വരാൻ പോകുന്ന ടോപ്പിക്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് മൊഡ്യൂൾ നമുക്ക് മെഷർമെന്റ് സിസ്റ്റം ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻസ്ട്രുമെന്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത് ബേസിക്സ് ആയിട്ട് മിക്ക ഇൻസ്ട്രുമെന്റ് ബേസ് ആയിട്ട് വരുന്ന ഇൻസ്ട്രുമെന്റേഷൻ ടെക്നോളജി ബേസ് ആയിട്ട് വരുന്ന എക്സാമുകളിലൊക്കെ വരുന്ന ഒരു മൊഡ്യൂൾ തന്നെയാണിത്. ഇപ്പോൾ മെഷർമെന്റ് സിസ്റ്റം ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻസ്ട്രുമെന്റ്. അപ്പം അതിനകത്ത് വരുന്ന സബ് ടോപ്പിക്കുകൾ നിങ്ങൾക്ക് കാണാം. മെഷർമെന്റ് മെത്തേഡ്സ്, അതേപോലെ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ്, ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ്, ലിമിറ്റിംഗ് എറേഴ്സ്, യൂണിറ്റ്സ്, സിസ്റ്റംസ് ആൻഡ് ഡയമെൻഷൻസ്, അനലോഗ് ഇൻസ്ട്രുമെന്റ്സ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂളിൽ വരുന്നത്. പിന്നീട് വരുന്നത് ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. റെസിസ്റ്റൻസ്, റെസിസ്റ്റിവിറ്റി, കണ്ടക്ടിവിറ്റി, അതേപോലെ അബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം, കപ്പാസിറ്റൻസ്, മാഗ്നറ്റിസം ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിസം, ഇൻസുലേറ്റേഴ്സ്. അതുപോലെ തന്നെ നെക്സ്റ്റ് മൊഡ്യൂള് ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. അത് പി എൻ ജംഗ്ഷൻ ഡയോഡ്, ട്രാൻസിസ്റ്റേഴ്സ്, കൺസ്ട്രക്ഷൻസ്, അതേപോലെ ആംപ്ലിഫയേഴ്സ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ആംപ്ലിഫയേഴ്സ്, യു ജെ ടി ഫെറ്റ്, മോസ്ഫെറ്റ് തുടങ്ങിയ കാര്യങ്ങൾ. പിന്നീട് ഫണ്ടമെന്റൽസ് ഓഫ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് മൈക്രോ കൺട്രോളേഴ്സ്, പവർ സോഴ്സ് ആൻഡ് റിന്യൂവബിൾ എനർജി സിസ്റ്റംസ്. പിന്നീട് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. പിന്നീട് ബേസിക്സ് ഓഫ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ്, ബേസിക്സ് ഓഫ് ട്രാൻസ്യൂസേഴ്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ. പിന്നീട് ഡേറ്റ അക്വിസിഷൻ ആൻഡ് ടെലിമെട്രി, ബേസിക്സ് ഓഫ് ബയോമെഡിക്കൽ കൺട്രോൾ സിസ്റ്റം ആൻഡ് പ്രോസസ് കൺട്രോൾ. ഈ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു ക്വാളിഫിക്കേഷൻ ബേസ് ചെയ്ത് വരുന്ന മിക്ക എക്സാംസിൻ്റെയും സിലബസ് പാറ്റേൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സിലബസ് ഫോളോ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ സിലബസ് എന്തായിരിക്കും, സിലബസ് വന്നിട്ട് പഠിക്കാം എന്ന് കരുതിയിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എക്സാം ഡേറ്റ് വരുന്നതിന് ഒരു 3 മാസത്തെ ഗ്യാപ്പിലായിരിക്കും നിങ്ങൾക്ക് സിലബസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വലിയൊരു സിലബസ് പഠിച്ചു തീർക്കാനുള്ള ഒരു ടൈം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു ക്വാളിഫിക്കേഷനിൽ വരുന്ന ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്ക് സിലബസിലെ ഈ ടോപ്പിക്കുകളൊക്കെ തന്നെ ആയിരിക്കും കാണുക. ചേഞ്ചസ് വന്നാലും വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ബേസിക്സ് ആയിട്ട് മാറാത്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. അപ്പോൾ നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ നമ്മൾ ട്രേഡ്സ്മാൻ ഇൻസ്ട്രുമെന്റ് ടെക്നോളജിക്കായിട്ട് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനുമായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.